ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന വലിയ അനുഗ്രഹങ്ങളിൽ ഒന്നാണ് പിതൃത്വം എന്നത്. കർത്താവിൻ്റെ ജീവിതം പരിശോധിക്കുമ്പോൾ ഈശോയുടെ മനസ്സിൽ നിറഞ്ഞു നിന്നിരുന്ന ഏറ്റവും വലിയ ചിന്ത പിതാവേ എന്ന അവബോധമാണ്. നമ്മളിപ്പോൾ ശ്രമിച്ച വചനഭാഗം കർത്താവിൻ്റെ പ്രാർത്ഥനയുടെ തുടക്കമാണ്. യോഹന്നാന്റെ സുവിശേഷം 17-ാമത്തെ അധ്യായത്തിൽ പിതാവേ എന്ന് വിളിച്ചുകൊണ്ട് അവിടെ നിന്നാണ് എനിക്ക് മഹത്വം നൽകിയത്. ആ മഹത്വത്തിൽ എന്നെ വീണ്ടും പ്രവേശിപ്പിക്കണം. അവിടെ തന്നെ ഏൽപ്പിച്ച ജോലി പിതാവെ ഞാൻ പൂർത്തിയാക്കി. പിതാവിനെ പറ്റിയാണ് ഈശോ നിരന്തരമായിട്ട് സംസാരിക്കുന്നത്. എൻ്റെ പിതാവ് ഇപ്പോഴും പ്രവർത്തിക്കുന്നു, അതുകൊണ്ട് ഞാൻ പ്രവർത്തിക്കുന്നു. എൻ്റെ പിതാവ് എനിക്ക് എല്ലാ അധികാരവും നൽകിയിരിക്കുന്നു. എൻ്റെ പിതാവെ അവിടുത്തെ ഇഷ്ടമെങ്കിൽ പാനപാത്രം കടന്നു പോകട്ടെ. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗത്തിലുള്ള ഞങ്ങളുടെ പിതാവേ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കണം. പിതാവിനെ പറ്റിയുള്ള വലിയ അവബോധത്തിലാണ് ഈശോ ജീവിച്ചത്. സ്വർഗീയ പിതാവിൻ്റെ നിഴലുകളാണ് ഭൂമിയിലുള്ള എല്ലാ പിതാക്കളും. വേദപുസ്തകത്തിൽ മാതാപിതാക്കളെ ബഹുമാനിക്കുന്നവർക്കാണ് പ്രത്യേകമായ ഒരു ബ്ലെസ്സിങ് 10 കൽപ്പനകളോട് ചേർത്ത് നൽകിയിരിക്കുന്നത്. മറ്റ് കൽപ്പനകളൊക്കെ നിശ്ചിതമായ നിർദ്ദേശങ്ങളായിട്ട് മാത്രം നൽകിയിരിക്കുന്നു. കൊല്ലരുത്, മോഷ്ടിക്കരുത്, കള്ളസാക്ഷ്യം പറയരുത്. എന്നാൽ മാതാപിതാക്കളെ ബഹുമാനിക്കുന്ന കൽപ്പന പറയുമ്പോൾ ദീർഘായുസ് എന്ന വലിയ അനുഗ്രഹം മാതാപിതാക്കന്മാരെ ബഹുമാനിക്കുന്നവർക്ക് ഉണ്ടാകും, നൽകും എന്ന് കർത്താവ് പറഞ്ഞിരിക്കുകയാണ്. അത്രയും സുപ്രധാനമാണ് മാതാപിതാക്കളോടുള്ള നമ്മുടെ ആദരവ് നാം പുലർത്താനുള്ള നമ്മുടെ കടമ. ഇന്ന് ആ കടമയെ പറ്റി പ്രത്യേകമായിട്ട് രാഷ്ട്രം ഓർമ്മിക്കുന്ന, ലോകം ഓർമ്മിക്കുന്ന ദിവസമാണ്. റൊണാൾഡ് റൈസർ എന്ന് പറയുന്ന എഴുത്തുകാരൻ പിതൃത്വത്തെ പറ്റി പറഞ്ഞിരിക്കുന്ന മനോഹരമായ ക്രിസ്തീയ ദർശനം. അദ്ദേഹം പറയുകയാണ്, there is nothing in this world as powerful to break selfishness as is the simple act of looking at our own children. നമ്മളുടെ സ്വന്തം കുഞ്ഞുങ്ങളെ നോക്കുന്നത് പോലെ, കുഞ്ഞുങ്ങളുടെ മുഖത്തേക്ക് നോക്കുന്നത് പോലെ നമ്മുടെ സ്വാർത്ഥതയിൽ നിന്ന് നമ്മളെ മോചിപ്പിക്കാൻ പര്യാപ്തമായ മറ്റൊരു ശക്തി ഉണ്ടാവുകയില്ല. In our love for them, we are given a privileged avenue to feel as God feels, to burst in selflessness, in joy, in delight, and the desire to let another's life be more real and important than our own. ദൈവം നമുക്ക് വലിയ ഒരു ആനുകൂല്യം തന്നിരിക്കുകയാണ്. നിസ്വാർത്ഥരാകുന്നത്, സന്തോഷിക്കുന്നതിന്, ആഹ്ലാദചിത്തരാകുന്നതിന്. എന്നേക്കാൾ മറ്റൊരാളുടെ ജീവിതം കൂടുതൽ സഫലമായി തീരണം എന്നാഗ്രഹിക്കുന്നു. ഓരോ അപ്പനും ഓരോ അമ്മയും സ്വന്തം കുഞ്ഞിൻ്റെ മുഖത്തേക്ക് നോക്കുമ്പോൾ സ്വയം ആക്കുകയും എന്നേക്കാൾ എൻ്റെ കുഞ്ഞ് വളരണം, എന്നേക്കാൾ എൻ്റെ കുഞ്ഞ് എല്ലാ തരത്തിലും, എൻ്റെ മകൻ, എൻ്റെ മകൾ നേട്ടങ്ങൾ കൊയ്യണം. ഈ നിസ്വാർത്ഥമായ ചിന്തയും ആ ചിന്ത നൽകുന്ന സന്തോഷവും പ്രേരണകളുമൊക്കെ ദൈവത്തിൻ്റെ വലിയ ദാനമാണെന്ന് അദ്ദേഹം പറയുകയാണ്. പിതാക്കളായ എല്ലാവർക്കും, മാതാക്കൾക്കും അതുപോലെ തന്നെയാണ്. സ്വന്തം ജീവനേക്കാൾ വിലപ്പെട്ടതാണ് മക്കളുടെ ജീവിതം. മക്കളുടെ ജീവിതം നഷ്ടപ്പെട്ടു പോയാൽ മാതാപിതാക്കൾക്ക് സ്വന്തം ജീവിതം തന്നെ നഷ്ടപ്പെട്ടു എന്ന അനുഭവമാണ് ഉണ്ടാകുന്നത്. പിതാക്കന്മാരെ പറ്റി പഴയ നിയമത്തിൽ അനേക പരാമർശങ്ങൾ, മനോഹരങ്ങളായ പരാമർശങ്ങളുണ്ട്. അതിൽ 2 പ്രധാനപ്പെട്ട സന്ദർഭങ്ങൾ, ഹൃദയസ്പർശിയായ 2 രംഗങ്ങൾ നമുക്ക് ഇന്ന് നമ്മുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാം. ഒന്ന് സാമുവേലിന്റെ 2-ാമത്തെ പുസ്തകം 18-ാം അധ്യായം 33-ാമത്തെ തിരുവചനം ഇതിനോട് ചേർന്ന ഭാഗമാണ്.
ദാവീദ് രാജാവിന്റെ മക്കളിൽ, വാത്സല്യമുള്ള മക്കളിൽ ഒരാളായിരുന്നു അബ്സലോം. അബ്സലോമിനെ രാജാവ് വളരെയേറെ സ്നേഹിച്ചിരുന്നു. പക്ഷെ അബ്സലോം പിതാവിനെ വെറുത്തിരുന്നു, പിതാവിനെതിരായി പ്രവർത്തിച്ചിരുന്നു. പിതാവിനെതിരായി പ്രവർത്തിച്ച് പിതാവിന്റെ ശത്രുവായി ജീവിക്കുന്ന അബ്സലോം പിതാവിനെതിരെയുള്ള സമരത്തിനിടയിൽ, ഓട്ടത്തിനിടയിൽ അവന്റെ മുടി ഒരു മരക്കൊമ്പിൽ ഉടക്കി കുതിരപ്പുറത്ത് നിന്നും അവൻ ആ മരക്കൊമ്പിൽ തൂങ്ങി നിൽക്കാനിടയായി. കുതിര മുമ്പോട്ട് പാഞ്ഞു പോവുകയും ചെയ്തു. ഇത് കണ്ടെത്തിയ ഭടന്മാര്, ദാവീദ് രാജാവിന്റെ വിശ്വസ്തരായ ഭടന്മാര് അവനെ കിടക്കുന്ന അവസ്ഥയിൽ കുത്തി മുറിവേൽപ്പിച്ച് കൊന്നു. രാജാവിന് ഇത് വലിയ സന്തോഷം നൽകും. രാജാവിനെ ഏറ്റവും അധികം വെറുക്കുന്ന വ്യക്തിയെയാണ് കൊന്നിരിക്കുന്നത്. ഈ വാർത്ത രാജാവിനെ അറിയിക്കാൻ വേണ്ടി ആദ്യം ഇതറിഞ്ഞ ഒരു ഭടൻ അതീവ വേഗത്തിൽ ഓടി രാജകൊട്ടാരത്തിലേക്ക് ചെല്ലുകയാണ്. രാജാവ് അപ്പോൾ രാജകൊട്ടാരത്തിന്റെ പടിവാതിൽക്കല് സേവകന്മാരോടൊപ്പം ശാന്തനായിട്ടിരിക്കുകയാണ്. അപ്പോൾ ഒരാൾ പറഞ്ഞു, ഇതാ വളരെ അകലെ നിന്നും ഒരാൾ വേഗം ഓടി വരുന്നുണ്ട്. രാജാവ് പറഞ്ഞു, ഒറ്റയ്ക്ക് വരുന്ന അവൻ ഒരു സദ്വാർത്തയുമായിട്ടായിരിക്കും വരുന്നത്. അല്പം കഴിഞ്ഞപ്പോൾ വീണ്ടും ഒരു ഭടൻ പറഞ്ഞു, ഇതാ മറ്റൊരാളും വളരെ വേഗം വരുന്നുണ്ട്. രാജാവ് പറഞ്ഞു, തീർച്ചയായിട്ടും ഒറ്റയ്ക്ക് ഓടി വരുന്ന ആ മനുഷ്യനും ഒരു സന്തോഷ വാർത്ത എന്നെ അറിയിക്കാനുണ്ടാകും, അതിനാവും ഓടി വരുന്നത്. അവർ ഓടി വന്ന് രാജാവിന്റെ അടുക്കൽ വന്ന് പറഞ്ഞു, എൻ്റെ യജമാനായ രാജാവിന് ഇതാ ഒരു സദ്വാർത്ത. രാജാവ് ചോദിച്ചു, അബ്സലോം രാജകുമാരൻ സുഖമായിരിക്കുന്നു? അവൻ പറഞ്ഞു, അവന് സംഭവിച്ചത് എൻ്റെ യജമാനന്റെ എല്ലാ ശത്രുക്കൾക്കും സംഭവിക്കുന്നത്. 18-ാം അധ്യായത്തിൽ 33-ാമത്തെ തിരുവചനം ഇങ്ങനെയാണ്: രാജാവ് വികാരാധീനനായി പടിപ്പുരയിൽ കയറി വിലപിച്ചു. പോയ വഴി അവൻ ഉച്ചത്തിൽ വിലപിച്ചു പറഞ്ഞു, എൻ്റെ മകനെ അബ്സലോം, എൻ്റെ മകനെ, എൻ്റെ മകനെ അബ്സലോം, നിനക്ക് പകരം ഞാൻ മരിച്ചിരുന്നുവെങ്കിൽ, എൻ്റെ മകനെ അബ്സലോമേ, എൻ്റെ മകനെ. ഇതാണ് പിതൃസ്നേഹത്തിന്റെ ആഴം. പിതാവിനെ എതിർക്കരുതെങ്കിലും ആ മകന്റെ തിന്മ ആഗ്രഹിക്കാത്ത ഒരു പിതാവ്. ശത്രുവായിരുന്നെങ്കിൽ പോലും അവനെ പറ്റി ആ പിതാവ് പറയുകയാണ്, നിനക്ക് പകരം ഞാൻ മരിച്ചിരുന്നുവെങ്കിൽ. എല്ലാ പിതാക്കന്മാരുടെയും ഹൃദയത്തിന്റെ സ്നേഹത്തിന്റെ ആഴം ഇത്രയേറെ വലുതാണ്. രണ്ടാമത്തെ തിരുവചന ഭാഗം ന്യായാധിപന്മാരുടെ പുസ്തകം 11-ാം അധ്യായം 29 തുടങ്ങി 40 വരെയുള്ള വചന ഭാഗത്തു നിന്നാണ്. വേദപുസ്തകം നരബലിയെ ഒരിക്കലും ന്യായീകരിക്കുന്നില്ല, നിരാകരിക്കുകയും തെറ്റാണെന്ന് പഠിപ്പിക്കുകയും ചെയ്യുന്നു. എന്നാൽ പഴയ നിയമത്തിൽ ഒരു നരബലിയുടെ ചരിത്രം കൊടുത്തിട്ടുണ്ട്. ഗിലാദുകാരനായ ജഫ്ന ശക്തനായ സേനാധിപനായിരുന്നു ഇസ്രായേൽ. അദ്ദേഹം അമ്മോന്യരുമായിട്ടുള്ള യുദ്ധത്തിന് പുറപ്പെട്ടപ്പോൾ ഇപ്രകാരം ഒരു നേർച്ച നേർന്നു: ഞാൻ ഈ യുദ്ധത്തിൽ ജയിക്കുകയാണെങ്കിൽ വിജയം ആഘോഷിക്കാൻ വേണ്ടി രാജകൊട്ടാരത്തിലേക്ക് തിരികെ എത്തുമ്പോൾ ആദ്യം എന്നെ അഭിവാദ്യം ചെയ്യുന്ന വ്യക്തി ആരോ ആ വ്യക്തിയെ കർത്താവായ ദൈവമേ നിനക്ക് ഞാൻ ബലി തരും. അദ്ദേഹം വളരെ കഠിനമായ ഒരു നേർച്ചയാണ് നേർന്നത്. ഞാൻ ഈ യുദ്ധം ജയിച്ചാൽ വിജയം ആഘോഷിക്കാൻ രാജകൊട്ടാരത്തിലേക്ക് എത്തുമ്പോൾ ആദ്യം എന്നെ അഭിവാദ്യം ചെയ്യാൻ ഓടിയെത്തുന്നത് ആരോ ആ വ്യക്തിയെ ഞാൻ നിനക്ക് ബലി തരാം. രാജാവ് യുദ്ധത്തില് വിജയിച്ചു. വളരെ സന്തോഷവാനായി രാജാവ് കൊട്ടാരത്തിലേക്ക് എത്തുകയാണ്. കൊട്ടാരത്തിലേക്ക് എത്തിയപ്പോൾ രാജാവിന്റെ ഏക മകൾ അതീവ സന്തോഷവതിയായി നൃത്തം ചവിട്ടി തപ്പുകൊട്ടി ഓടി അദ്ദേഹത്തിന് മുൻപിലേക്ക് വരികയാണ്.
11-ാം അധ്യായം 35-ാം തിരുവചനം ഇങ്ങനെയാണ്: അവളെ കണ്ടപ്പോൾ അവൻ വസ്ത്രം കീറിക്കൊണ്ട് പറഞ്ഞു, അയ്യോ മകളെ, നീ എന്നെ കഠിന ദുഃഖത്തിലാഴ്ത്തിയത്, നീ എന്നെ വല്ലാത്ത വിഷമത്തിൽ താഴ്ത്തി കളഞ്ഞിരിക്കുന്നു. ഞാൻ കർത്താവിന് വാക്ക് കൊടുത്തുപോയി, നേർച്ചയിൽ നിന്ന് പിന്മാറാൻ എനിക്ക് നിർവാഹമില്ല. മകളെ കണ്ടപ്പോൾ ഏറെ സന്തോഷിക്കേണ്ട പിതാവ് കഠിനമായ ദുഃഖത്തില്, അയ്യോ മകളെ, നീ എന്നെ കഠിന ദുഃഖത്തിൽ ആഴ്ത്തിക്കളഞ്ഞു, നീ എന്നെ വല്ലാത്ത വിഷമത്തില് ആഴ്ത്തിക്കളഞ്ഞു. പിതാവിന്റെ ഹിതം, പിതാവിന്റെ നേർച്ച അതെല്ലാം മനസ്സിലാക്കിയ ആ മകൾ പറഞ്ഞു, എനിക്ക് 2 മാസം വിലാപത്തിന് അവസരം തരണം. യൗവനത്തിലേക്ക് പ്രവേശിച്ച എനിക്ക് ദാമ്പത്യ ജീവിതമോ തുടർന്നുള്ള ജീവിതമോ ഒന്നും ലഭിക്കുന്നില്ല. 2 മാസം വിലപിക്കാൻ അവസരം തരണം, അതിനുശേഷം നീ എന്നെ ബലി കൊടുത്തുകൊള്ളുക. അങ്ങനെ 2 മാസങ്ങൾക്ക് ശേഷം രാജാവ് ജഫ്ന മകളെ ബലിയർപ്പിക്കുകയാണ്. വേദപുസ്തകത്തില് നരബലിയുടെ ഒരേ ഒരു സംഭവം കൊടുത്തിരിക്കുന്നത് ഇതാണ്. ഈ നരബലിയെ വേദപുസ്തകം ഒരു തരത്തിലും ന്യായീകരിക്കുന്നില്ല. രാജാവ് കരുതിയത് ഏതെങ്കിലും ഭടന്മാരായിരിക്കും ആദ്യം ഓടി വന്ന് രാജാവിനെ അഭിവാദ്യം ചെയ്തു. എത്ര പ്രധാനമായ സ്ഥാനം വഹിക്കുന്ന ഉദ്യോഗസ്ഥനാണെങ്കിലും അവനെ കൊടുക്കാം എന്നതാണ് രാജാവിന്റെ മനസ്സിലുണ്ടായിരുന്ന ചിന്ത. സ്വന്തം മകളെ പറ്റി, ഏക മകളെ പറ്റി ഒരിക്കലും രാജാവ് സ്വപ്നത്തിൽ പോലും വിചാരിച്ചിരുന്നില്ല ഇങ്ങനെ ഒരു ദുരന്തം സ്വന്തം കരങ്ങൾ കൊണ്ട് മകൾക്ക് ഉണ്ടാവണമെന്ന്. ഈ 2 സംഭവങ്ങളും പോസിറ്റീവും നെഗറ്റീവുമായ നിരവധി സന്ദേശങ്ങൾ നമുക്ക് നൽകുന്നുണ്ട്. ഒന്ന്, ദാവീദ് രാജാവ് മക്കളെ ഓർത്ത് ഏറെ ദുഃഖിച്ച വ്യക്തിയാണ്. അദ്ദേഹത്തിന്റെ വലിയ ദുഃഖം, നിർവ്യാജമായ ദുഃഖം, അനുതാപത്തിൽ നിന്നും വന്ന വലിയൊരു ദുഃഖമാണ്. ഊറിയായുടെ ഭാര്യയെ പ്രാപിച്ച് ഒരു കുഞ്ഞിന് ജന്മം നൽകുന്നു. ആ കുഞ്ഞ് മരിക്കുന്നു. ദാവീദ് രാജാവ് വളരെയേറെ ദുഃഖിതനായി ദൈവസന്നിധിയിൽ, ദൈവമേ എന്നോട് കരുണ തോന്നണമേ, നീ തകർന്ന ഹൃദയത്തെ ഉപേക്ഷിക്കുകയില്ലല്ലോ, ഒരിക്കൽ കൂടി എനിക്ക് സന്തോഷം തരണമേ എന്ന് ഹൃദയമൊരുങ്ങി പ്രാർത്ഥിക്കുന്നു. നിർവ്യാജമായ ഖേദവും അനുതാപവും ദൈവികമായ ദുഃഖവുമൊക്കെ മഹാജ്ഞാനിയായ ഒരു പുത്രന് ജന്മം നൽകുന്നതിന് ആ രാജാവിനെ പ്രാർത്ഥനാക്കി. സോളമൻ എന്ന വലിയ ജ്ഞാനിയായ പുത്രന് ജന്മം നൽകാൻ ദാവീദിന് സാധിച്ചു. സ്വന്തം തെറ്റിന്റെ ഉത്തരവാദിത്വം ധൈര്യപൂർവ്വം ഏറ്റെടുക്കുന്നതാണ് പിതൃത്വത്തിന്റെ കരുത്തുകളിലൊന്ന്. സ്വയം ന്യായീകരിക്കുകയോ മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുകയോ ചെയ്യാതെ എൻ്റെ ഭാഗത്തുള്ള വീഴ്ചകൾ ഞാൻ തിരുത്തുമ്പോൾ, അവയെപ്പറ്റി ദൈവസന്നിധിയിൽ ഞാൻ അനുദപിക്കുമ്പോൾ അത് കുഞ്ഞുങ്ങൾക്ക് നന്മയായിട്ട്, അനുഗ്രഹമായിട്ട് തീരും. മാതാപിതാക്കൾ അപ്രകാരം ചെയ്യുമ്പോൾ നാം ഒക്കെ നേരെ മറിച്ചാണ്. സാധാരണ നിങ്ങളും ഞാനും നമ്മുടെ 2 പേരുടെയും പിതൃത്വത്തിന് 2 മാനങ്ങളാണ് ഉള്ളതെങ്കിലും നമ്മൾ പഠിക്കാതിരിക്കുകയാണെങ്കിൽ അധ്യാപകരെ കുറ്റം പറയും. ഒരു അധ്യാപകൻ, ഇംഗ്ലീഷ് അധ്യാപകൻ 6 മാസം ഒരു കുട്ടിയെ ഇംഗ്ലീഷ് പഠിപ്പിച്ച് അവൻ്റെ പ്രോഗ്രസ് റിപ്പോർട്ട് വന്നപ്പോൾ അവൻ വളരെ ദയനീയമായി പരാജയപ്പെട്ടിരുന്നു. അധ്യാപകൻ കുട്ടിയുടെ കാര്യത്തിൽ പേരന്റ് വളരെ ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞ് ഒരു നോട്ട് എഴുതി മകൻ്റെ കയ്യിൽ കൊടുത്തു വിട്ടു. അത് ഇട്ട് കഴിഞ്ഞപ്പോൾ അപ്പൻ തിരിച്ചൊരു നോട്ട് അധ്യാപകന് കൊടുത്തു. 6 മാസം നിങ്ങൾ ഇംഗ്ലീഷ് പഠിപ്പിച്ചിട്ടും എൻ്റെ കുട്ടിക്ക് ഇംഗ്ലീഷ് ഒന്നും അറിയാൻ മേലാതെ വന്നതിൻ്റെ കാരണം എന്താണെന്ന് എനിക്ക് അറിഞ്ഞാൽ കൊള്ളാം. അധ്യാപകൻ ഉടനെ തന്നെ മറുപടി കൊടുത്തു, ഇത് പാരമ്പര്യ ദോഷമല്ലാതെ മറ്റൊന്നും. നാം മറ്റുള്ളവരെയാണ് നമ്മൾ തിരുത്തേണ്ട കാര്യങ്ങൾക്ക് മറ്റുള്ളവരെ. ഇപ്പൊ നമ്മുടെ പള്ളിയിലിരുന്ന കുട്ടികൾ അസ്വസ്ഥരാകുകയാണെങ്കിൽ നമ്മൾ പറയും അത് CCD ടീച്ചേഴ്സ് അല്ലെങ്കിൽ അച്ഛൻ ശ്രദ്ധിക്കാൻ പറയും.
നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വീട്ടിൽ നിന്നും പോരുന്നതിന് മുമ്പ് മോനെ മോളെ പള്ളിയിൽ എത്തുമ്പോൾ ഇങ്ങനെ വേണം പെരുമാറാൻ, ഈ വിധത്തിലൊക്കെയാണ് നിങ്ങൾ ചെയ്യേണ്ടത് എന്ന് നമ്മുടെ സ്വന്തം കുഞ്ഞുങ്ങളോട് വാത്സല്യത്തോടെ സ്നേഹത്തോടെ നിർദ്ദേശം കൊടുത്തിരിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും എത്ര എളുപ്പത്തിൽ എല്ലാ കാര്യങ്ങളും വളരെ ഭംഗിയായിട്ട് വളരെ മനോഹരമായിട്ട് പൂർത്തിയാക്കാൻ കഴിയും. നമുക്ക് വലിയ ഉത്തരവാദിത്വമുണ്ട് പിതാക്കന്മാരായ നമുക്കെല്ലാവർക്കും. നമുക്ക് വൃത്തിയുണ്ടെങ്കിലേ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വൃത്തി ഉണ്ടാവുകയില്ല. നമുക്ക് ഡിസിപ്ലിൻ ഉണ്ടെങ്കിലേ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഡിസിപ്ലിൻ ഉണ്ടാവുകയുള്ളൂ. നമുക്ക് വിശ്വാസം ഉണ്ടെങ്കിലേ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വിശ്വാസം ഉണ്ടാവുകയുള്ളൂ. നമ്മുടെ വിശ്വാസമാണ് നമ്മുടെ കുഞ്ഞുങ്ങളിലേക്ക് നമ്മൾ പകർന്ന് കൊടുക്കുന്നത്. ഭാഷയല്ല അതിനകത്തെ തടസ്സം. ഭാഷ ഒരു വളരെ ചെറിയ ഒരു ഘടകം മാത്രമാണ്. ഇംഗ്ലീഷ് വിശ്വാസത്തിന് ഏറ്റവും നല്ലതായിരുന്നെങ്കിൽ ഇംഗ്ലീഷ് സംസാരിക്കുന്ന പ്രദേശങ്ങളിലുള്ള എല്ലാവരും പ്രാർത്ഥിക്കുന്നവരും ദൈവഭക്തരുമാണ്. ഭാഷയാണ് അനുകൂല ഘടകമെങ്കിൽ യൂറോപ്പില് പള്ളികളൊന്നും അടച്ചിടേണ്ട ആവശ്യം വരില്ല. അപ്പൊ ഭാഷയല്ല, അതിനപ്പുറത്ത് മാതാപിതാക്കളുടെ പ്രത്യേകിച്ച് പിതാക്കന്മാരുടെ വിശ്വാസത്തിന്റെ ശക്തിയാണ്. ആളുകൾ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, എൻ്റെ അപ്പൻ എന്നോട് ഇങ്ങനെയാണ് പറഞ്ഞു തന്നിരിക്കുന്നത്, നീ ആദ്യം ചെയ്യേണ്ടത് ഇതാണെന്ന്. എൻ്റെ പിതാവ് ഇങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് ഞാൻ കണ്ടിരിക്കുന്നത്. അതെല്ലാം മക്കളുടെ ഹൃദയത്തിൽ വലിയ ലയങ്ങളായിട്ട് അവരുടെ നീതിബോധത്തെയും ധർമ്മനിഷ്ഠയെയും ഒക്കെ സ്വാധീനിക്കുന്ന ഘടകങ്ങളായി തീരും. പഴയ നിയമത്തില് എപ്പോഴും പ്രാർത്ഥിക്കുമ്പോഴും എല്ലാ പ്രാർത്ഥനകളും പിതാക്കന്മാരുടെ ദൈവത്തെ വിളിച്ചാണ് പ്രാർത്ഥിക്കുന്നത്. നമ്മുടെ കുർബാന ക്രമത്തിലും അബ്രാഹത്തിൻ്റെയും ഇസ്ഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും ദൈവമേ, ആരാധ്യനായ രാജാവെ, അങ്ങയുടെ പക്കലേക്ക് ഞങ്ങളുടെ ഹൃദയങ്ങൾ ഉയർത്തുന്നു. അങ്ങനെയാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. ഇസ്രായേൽക്കാർ പ്രാർത്ഥിച്ചിരുന്നപ്പോഴെല്ലാം ഞങ്ങളുടെ പിതാവായ അബ്രാഹത്തിന്റെ ദൈവമേ, ഞങ്ങളുടെ പിതാവായ ഇസ്ഹാക്കിന്റെ ദൈവമേ, ഞങ്ങളുടെ പിതാവായ യാക്കോബിന്റെ ദൈവമേ, പിതാക്കന്മാരുടെ ദൈവത്തെ വിളിച്ചാണ് അവരപേക്ഷിക്കുന്നത്. എൻ്റെ അപ്പൻ വിളിച്ചപേക്ഷിച്ച ദൈവത്തെ ഞാൻ വിളിക്കുന്നു, എൻ്റെ പിതാവ് വിളിച്ചപേക്ഷിച്ച ദൈവത്തെ ഞാൻ വിളിക്കുന്നു. ഇതാണ് പഴയ നിയമം നമുക്ക് നൽകുന്ന വലിയ ഒരു ദൂത്. പിതാക്കന്മാരായ വ്യക്തികളുടെ ജീവിതത്തിൽ വലിയ സ്വാധീനം മക്കൾക്ക് കൊടുക്കാൻ കഴിയും. നമ്മുടെ വിശ്വാസത്തെ നമ്മൾ ആഴപ്പെടുത്തുകയാണ്. അപ്പൊ നമ്മുടെ മക്കള് നമ്മുടെ കണ്ണാടികളാണ്. ഇവിടെ ഇരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരും ഇടവകയിലെ അച്ഛൻ എന്ന നിലയിൽ ഞാൻ നോക്കിക്കാണേണ്ട കണ്ണാടികളാണ്. ഞാൻ നൽകുന്ന എൻ്റെ ജീവിതത്തിൻ്റെ നിഷ്ഠകളും നിഷ്ഠയില്ലായ്മകളും നിങ്ങളുടെ ജീവിതങ്ങളിൽ, കുഞ്ഞുങ്ങളുടെ ജീവിതങ്ങളിൽ പ്രതിഫലിക്കും. പ്രാർത്ഥിക്കുമ്പോഴും പള്ളിയിലായിരിക്കുമ്പോഴും ഭക്ഷണം കഴിഞ്ഞ് പാത്രം അതിനെതിരെല്ലാം നിരത്തിയിടുമ്പോഴും എല്ലാം പ്രതിഫലിക്കുന്നത് ഞാൻ നിങ്ങൾക്ക് തരുന്നതും തരാത്തതുമായ ഡിസിപ്ലിൻ കേടുകളും ഒക്കെയാണ്. നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിലേക്ക് നിങ്ങൾ സൂക്ഷിച്ചു നോക്കിയാൽ പിതാക്കന്മാരായ നിങ്ങൾക്ക് നിങ്ങളുടെ നന്മ കാണാൻ കഴിയും, നിങ്ങളുടെ തിന്മയും കാണാൻ കഴിയും. നിങ്ങളുടെ കോപമുണ്ടെങ്കിൽ അത് ആ കുഞ്ഞിന്റെ മുഖത്ത്, കുഞ്ഞിന്റെ പ്രവർത്തനത്തിൽ കാണാൻ കഴിയും. നിങ്ങൾക്ക് വിശ്വാസമുണ്ടെങ്കിൽ ആ വിശ്വാസവും കുഞ്ഞിന്റെ ജീവിതത്തിൽ കാണാൻ കഴിയും. നമ്മുടെ നന്മയുടെയും തിന്മയുടെയും പ്രതിഫലിപ്പിക്കുന്ന കണ്ണാടികളാണ് നമ്മുടെ കുഞ്ഞുങ്ങൾ. നമ്മളിലെ തിന്മയും നന്മയും തന്നെയാണ് അത് പ്രതിഫലിച്ച് കാണുന്നത്. കണ്ണാടി പൊട്ടിക്കുകയല്ല വേണ്ടത്, നമ്മുടെ മുഖം ആദ്യം വൃത്തിയാക്കുകയാണ് വേണ്ടത്. നാം കുഞ്ഞുങ്ങളെ ശിക്ഷിച്ച് നന്നാക്കുകയല്ല വേണ്ടത്. എൻ്റെ പിതാവെ, അവർക്ക് വേണ്ടി ഞാൻ എന്നെ തന്നെ വിശുദ്ധീകരിക്കുന്നു എന്ന് ഈശോ പ്രാർത്ഥിച്ചു. അവർക്ക് വേണ്ടി ഞാൻ എന്നെ തന്നെ വിശുദ്ധീകരിക്കുന്നു, അപ്പോഴവരും നല്ലവരായിക്കൊള്ളും എന്ന് ഈശോ പഠിപ്പിക്കുന്നു. പൗലോസ് കൊരിന്ത്യരെ സഭയ്ക്ക് എഴുതിയ 1 ലേഖനം 11 തിരുവചനത്തിൽ അപ്പോസ്തലൻ പറയുകയാണ്, ഞാൻ ക്രിസ്തുവിനെ അനുഗമിക്കുന്നത് പോലെ നിങ്ങൾ എന്നെ അനുകരിക്കുക. അപ്പോസ്തലൻ പറയുക, ഞാൻ അനുകരിക്കുന്നത് പോലെ. അപ്പോസ്തലൻ ഞാനാണ് നിങ്ങൾക്ക് ക്രിസ്തുവിന് ജന്മം നൽകിയത് പറഞ്ഞ് പിതൃത്വം ഏറ്റെടുക്കുകയാണ് കൊരിന്ത്യരെ സഭയിൽ. എൻ്റെ ജീവിതം കണ്ട് പഠിക്കാൻ ആ സഭയിലുള്ള ആളുകളോട് ക്രിസ്തു ആവശ്യപ്പെടുകയാണ്. ഇതുപോലെ പറയാൻ നമുക്ക് എല്ലാവർക്കും സാധിക്കേണ്ടത്. രണ്ടാമത്,
ജഫ്ന ദൈവത്തിന് നേർച്ച നേർന്നത് തൻ്റെ ഏക മകള് ഇതിനിരയാകും എന്ന് ചിന്തിച്ചതുകൊണ്ട് നമ്മുടെ സൽക്കർമ്മങ്ങളും ദുഷ്കർമ്മങ്ങളും നമ്മുടെ തന്നെ കുഞ്ഞുങ്ങളുടെ മേൽ വന്ന് ഭവിക്കും എന്ന് വേദപുസ്തകം നൽകുന്ന വലിയ ഒരു സന്ദേശമാണ്. നാം ചെയ്യുന്ന നന്മയും തിന്മയും, നാം എടുക്കുന്ന നല്ല തീരുമാനങ്ങളും ചീത്ത തീരുമാനങ്ങളും അതിൻ്റെ ഫലം കൊയ്യേണ്ടി വരുന്നത് നമ്മുടെ കുഞ്ഞുങ്ങളാണ്. ഈ ഒരു ചിന്ത നമുക്കുണ്ടെങ്കിൽ നാം തിന്മ ചെയ്യുന്നതിൽ നിന്നും മാറി നിൽക്കും. ഒരു തീരുമാനമെടുക്കുമ്പോൾ ഒന്നുകൂടി ചിന്തിച്ചിട്ട്, ജഫ്ന ഒരാളെ കൊല കൊടുക്കാമെന്ന് തീരുമാനിച്ചപ്പോൾ അതും ആരുടെയെങ്കിലും ഒരു മകനോ മകളോ ആയിരിക്കും എന്ന ഒരു ചിന്ത അദ്ദേഹത്തിന് ഉണ്ടാകേണ്ടത്. എൻ്റേതല്ല, അതുകൊണ്ട് എന്തുമാവാം എന്ന് അദ്ദേഹം മനസ്സിൽ കരുതി. അതുകൊണ്ടാണ് ആ വലിയ ദുഃഖം അദ്ദേഹം ഏറ്റെടുക്കേണ്ടി വന്നത്. ലൂയി ഫിഷർ 1970 മരിച്ച അമേരിക്കക്കാരനായ പത്രപ്രവർത്തകനാണ്. ഭാരതവുമായിട്ട് പ്രത്യേക ബന്ധം അദ്ദേഹത്തിനുണ്ട്. ഗാന്ധിജിയുടെ ഏറ്റവും സുന്ദരമായ ജീവചരിത്രം എഴുതിയിരിക്കുന്നത് ലൂയി ഫിഷറാണ്. അദ്ദേഹം ഗാന്ധിജിയെ പറ്റിയുള്ള പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന 2 നിരീക്ഷണങ്ങൾ ഞാനിവിടെ പറയാം. 39-ാമത്തെ വയസ്സിൽ മാർട്ടിൻ ലൂതർ കിങ് വധിക്കപ്പെട്ടതിനെ പറ്റി അദ്ദേഹം ആ പുസ്തകത്തിൽ പറയുകയാണ്. ആ മരണത്തോടെ അമേരിക്കയുടെ ഉത്തമ അംശം ഹനിക്കപ്പെട്ടു. രാജ്യങ്ങൾ തങ്ങളുടെ ഉത്തമന്മാരായ പുത്രന്മാരെ കൊന്നുകളയും. ആ മരണത്തോടെ അമേരിക്കയുടെ ഉത്തമ അംശം ഹനിക്കപ്പെട്ടു. രണ്ടാമത്തെ അദ്ദേഹത്തിന് ചേർന്നുള്ള നിരീക്ഷണം, രാജ്യങ്ങൾ അവരുടെ ഉത്തമന്മാരായ പുത്രന്മാരെ കൊന്നുകളയും. ദൈവം നമുക്ക് നല്ല കുഞ്ഞുങ്ങളെയാണ് നൽകിയിരിക്കുന്നത്. നാം ശ്രദ്ധിക്കുന്നില്ലെങ്കിൽ, ജാഗ്രത പുലർത്തുന്നില്ലെങ്കിൽ നമ്മുടെ കുഞ്ഞുങ്ങളുടെ നന്മ നാം നശിപ്പിച്ചു കഴിയും. ഫിഷർ ഇന്ത്യയെ പറ്റി പറഞ്ഞ പരാമർശമാണ് രണ്ടാമത്തത്. ഇന്ത്യയെ പറ്റി അദ്ദേഹം പറഞ്ഞു, ഈ നാടാണ് ബുദ്ധനെ പെറ്റത്. ഇപ്പോൾ ഇന്ത്യക്ക് പുറത്ത് ലക്ഷോപലക്ഷം ജനങ്ങൾ ബുദ്ധനെ പിന്തുടരുന്നു. ഈ നാട്ടിലെ മണ്ണും വായുവുമാണ് ഗാന്ധിജിയെ പോറ്റി വളർത്തിയത്. ഈ നാട്ടിൽ നിന്ന് എത്ര ഗാന്ധിയന്മാരുണ്ട്, അവർക്ക് എത്രത്തോളം സ്വാധീനമുണ്ട് ഈ നാട്ടിലെ ജനങ്ങളുടെ അദ്ദേഹം ചോദിക്കുക. ഗാന്ധിജിക്ക് ജന്മം നൽകിയ നാടിന് സംഭവിച്ച ദുരന്തം, ബുദ്ധന് ജന്മം നൽകിയ നാടിന് സംഭവിച്ച ദുരന്തം, നമ്മൾ എത്രയോ വലിയ പൈതൃകത്തിന്റെ അവകാശികളാണ്. തോമസ് അപ്പസ്തോലനിൽ നിന്നും വിശ്വാസം സ്വീകരിച്ച, വലിയ ഒരു പൈതൃകം സ്വീകരിച്ച തലമുറയുടെ അവകാശികളാണ്. അവയൊക്കെ നമ്മുടെ കുഞ്ഞുങ്ങളിലേക്ക് പകർന്നു കൊടുക്കാൻ പിതാക്കന്മാരെന്ന നിലയിൽ നമുക്ക് വലിയ ഉത്തരവാദിത്വമുണ്ട്. നമ്മുടെ ജീവിതങ്ങളെ നേർവഴിയിൽ നിർത്തുമെന്ന് പ്രതിജ്ഞ ചെയ്യാനുള്ള പുണ്യ ദിവസമായിട്ട് ഇന്നലെ നമുക്ക് കാണാം. ഉൽപ്പത്തി പുസ്തകം 49-ാം അധ്യായത്തിൽ യാക്കോബിന്റെ മരണരംഗമാണ്. 12 മക്കളെയും അദ്ദേഹം അരികിൽ വിളിച്ച് അനുഗ്രഹിക്കുന്നുണ്ട്. മക്കൾക്ക് ലഭിക്കാവുന്ന ഒരു മകള് നിലയിൽ നമുക്ക് ഓരോരുത്തർക്കും ജീവിതത്തിൽ ലഭിക്കാവുന്ന ഏറ്റവും വലിയ നിധികളിലൊന്ന് നമ്മുടെ പിതാവിന്റെ അനുഗ്രഹമാണ്. 49-ാം അധ്യായം 28-ാമത്തെ തിരുവചനം ഇപ്രകാരമാണ്: അവൻ എല്ലാവരെയും അനുഗ്രഹിച്ചു. 12 മക്കളെ പറ്റിയാണ് പറയുന്നത്. അടുത്ത വചനം വളരെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഓരോരുത്തർക്കും ചേർന്ന വിധത്തിലാണ് അവരെ അനുഗ്രഹിച്ചത്. മാതാപിതാക്കളുടെ അനുഗ്രഹം സ്വീകരിക്കാൻ യോഗ്യമായ വിധം നാം ജീവിച്ചാലേ അപ്പന്റെ അനുഗ്രഹം നമുക്ക് കിട്ടുകയുള്ളൂ, നമ്മളിലേക്ക് എത്തുകയുള്ളൂ. യോഗ്യമായ വിധത്തിലെ അനുഗ്രഹം നമുക്ക് ലഭിക്കുകയുള്ളൂ. ഇന്ന് നമുക്ക് ഓരോരുത്തർക്കും നമ്മുടെ പിതാക്കന്മാരെ, ജീവിച്ചിരിക്കുന്നവരും മരിച്ചുപോയവരുമായ നമ്മുടെ പിതാക്കന്മാർ, അവരെ പ്രത്യേകം ഓർമ്മിക്കുകയും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും അവരുടെ അനുഗ്രഹം ഉണ്ടാകണമേ എന്ന് അവരോട് അപേക്ഷിക്കുകയും ചെയ്യാം. എല്ലാ അനുഗ്രഹങ്ങളും നല്ല ദൈവം നമ്മുടെ പൂർവികർ വഴി നമുക്ക്, നമ്മുടെ മാതാപിതാക്കൾ വഴി നമുക്ക് ഓരോരുത്തർക്കും നൽകട്ടെ എന്ന് വിശ്വസിക്കുകയും നമുക്ക് പ്രാർത്ഥിക്കാം.